ആ ഒരു സംഭവത്തിൽ നിന്നാണ് വാസ്തവത്തില് ഇങ്ങനൊരു വിഷയം ഇവിടെ ചർച്ചയാകുന്നത് പോലും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു തീവ്രവാദ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാത്രം ഇതിനെ കാണും. എന്ന് പറഞ്ഞാല് തീവ്ര ക്രൈസ്തവ നിലപാട് സ്വീകരിക്കുന്ന അപൂർവം ചില സംഘടനകൾ കാണും. ഇസ്ലാം മതത്തിലെ ഓരോ കുറ്റങ്ങളും അവരുടെ മതഗ്രന്ഥത്തിലെ ഏതെങ്കിലും വിഷയങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഇതിനെ പർവ്വതീകരിക്കുന്ന ആളുകളുണ്ടാകും. അല്ലച്ചോ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ എന്ന് വിളിച്ചത് എം അക്ബറിനെ അല്ലല്ലോ. ജോസഫ് സാറിന്റെ കൈവെട്ടിയതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രപക്ഷം എന്ന് വിളിച്ചത്. അല്ലെ എം അക്ബറിനെയോ ദവാപ്രവർത്തകരെ താങ്കൾ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് താങ്കൾ വിളിച്ചിട്ടില്ല. താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർ കൈകൾ വെട്ടുന്നതും കാല് വെട്ടുന്നതും. ഈ ഇസ്ലാം മതം ക്രൈസ്തവരെ വിമർശിച്ചപ്പോൾ തിരിച്ചു മറുപടി പറയുന്ന ഞങ്ങളെയൊക്കെ പോലുള്ളവരെ താങ്കൾ ഈ പറയുന്ന ആ ഗണത്തിൽ കൂട്ടിയോ? ഞങ്ങൾ ആരുടെ കയ്യാ വെട്ടിയത് ബിഷപ്പെ? ഞങ്ങൾക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന സെബാസ്റ്റ്യൻ മുന്നക്കലോ, കെവിൻ പീറ്ററോ, അല്ലെങ്കിൽ അനിൽകുമാർ അയ്യപ്പനോ, അനിൽക്കുടത്തോടം പാസ്റ്ററോ, ഇനി കത്തോലിക്കരിൽപ്പെട്ട ജെറാഡ് ബ്രദറോ, അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു അപ്പോളജിസ്റ്റ് ഈ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒരാള് ആരുടെ കയ്യാ വെട്ടിയത് അറിയത്തില്ല. ഞങ്ങളെ താങ്കൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ എം അക്ബറിനെ പോലെ ദവാപ്രവർത്തകരെ, ക്രൈസ്തവ വിശ്വാസത്തെ അടച്ചാക്ഷേപിക്കുന്ന ദവാപ്രവർത്തകരെ, ക്രിസ്തുവിനെ വെറും പ്രവാചകൻ എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ എന്തുകൊണ്ട് താങ്കൾ തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? ചേടാ, ഈ മുഹമ്മദ് പ്രവാചകനല്ലെന്നും അള്ളാഹു ദൈവമല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ താങ്കൾക്ക് തീവ്രവാദികളാണെങ്കിൽ താങ്കൾ സത്യദൈവവും നിത്യജീവനുമായിട്ട് വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ദൈവമല്ല, അത് വെറും ഒരു പ്രവാചകനാണ്, അള്ളാഹു എന്ന് പറയുന്ന അറബി ദേവന്റെ അടിമയാണെന്ന് പറയുന്ന ഈ മുഹമ്മദിനെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? അങ്ങനെ പ്രസംഗിക്കുന്ന മൊല്ലാക്കന്മാരെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? ക്രിസ്ത്യാനിറ്റിയുടെ അടിവേര് മാന്താൻ നടക്കുന്ന ഈ എം അക്ബറിനെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല? അപ്പോ അതൊരു ഇരട്ടത്താപ്പല്ലേ അച്ചോ? ഈ സോമന്റെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പോൾ ഈ ഇറവറൻസ് ഉണ്ടാകാനുള്ള കാരണമല്ലേ? താങ്കളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ, താങ്കൾ ഒരു തിയോളജിയനാണ്, ഒരു ഡോക്ടറേറ്റ് ഉള്ള ആൾ, ഒന്നധികം ഡോക്ടറേറ്റ് കാണണം, നല്ലൊരു എന്താ പറയുക, ഒരു സ്കോളറാണ്. അത്തരത്തിലുള്ള ഒരാളോട് ഒരു കമ്പാരിറ്റീവ് മെത്തഡോളജി എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മതത്തിലെ തീവ്രവാദികളെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന കയ്യും കാലും വെട്ടുന്നവരെ, അല്ലാതെ അവരുടെ മതപണ്ഡിതന്മാരെയോ മതത്തെ വിമർശിക്കുന്നവരെയോ അപ്പോളജിസ്റ്റുകളെയോ താങ്കൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നില്ല. തിരിച്ച് ആ ഇസ്ലാം അപ്പോളജിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കുന്ന ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളെ തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ട് താങ്കൾ ഒറ്റുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ഞങ്ങൾക്കൊരിക്കലും അതിശയമൊന്നുമില്ല. കാര്യം ക്രിസ്തുവിന്റെ കൂടെ പോലും 12-ൽ ഒരുവൻ ഉണ്ടായിരുന്ന ഒരു യൂദാസായിട്ട് താങ്കളെ ഞാൻ യൂദാസ് എന്ന് വിളിക്കുകയല്ല, താങ്കൾ യൂദാസ് ആവരുതേ എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ദൈവത്തെ ഓർത്ത് യൂദാസിന്റെ കൂടെ കൂടരുത്. താങ്കൾ വേണമെങ്കിൽ പത്രോസിന്റെ കൂടെ കൂടി ക്രിസ്തുവിനെ വേണേൽ താൽക്കാലികമായിട്ട് തള്ളി പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ, യു വിൽ സ്റ്റിൽ ഹാവ് എ ചാൻസ്. യൂദാസിന്റെ കൂടെ കൂടി ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ നോക്കരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് തുടരാം. പക്ഷെ അതൊന്നും സഭയുടെ നിലപാടല്ല. സഭയുടെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാം മതത്തിന്റെയും പൊതുവികാരം എന്ന് പറയുന്നത് ഇത് അബ്രാഹമിന്റെ മക്കളുടെ മതം, അബ്രഹാമിക് റിലീജിയൻ, അങ്ങനെയാണ് കത്തോലിക്ക സഭ ഇസ്ലാം മതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്റെ പൊന്നച്ചോ, എന്തൊരു അബദ്ധമാണത്. അബ്രഹാം ഉടമ്പടി ചെയ്ത ഒരു രാജ്യമായിരുന്നു പാലസ്തീൻ, അബീമലേക്ക്. അബ്രഹാമും അബീമലേക്കുമായിട്ട് ഉടമ്പടി നടന്നു. അതായത് അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൺട്രി ആയിരുന്നു ഗാസയിലെയും അഷ്കലോണിലെയും പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം. ഇസ്രായേൽ ഈ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തുന്ന, ജോർദാനിൽ അധിനിവേശം നടത്തുന്ന പാലസ്തീൻ കാര്യമല്ല. ഗാസ യഥാർത്ഥത്തിൽ പാലസ്തീൻ തന്നെ. അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള രാജ്യമാണ് ഗാസ. അപ്പൊ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകൾ മുസ്ലിങ്ങളാ ഇന്ന്. അപ്പൊ ഈ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകൾ വരെ അബ്രഹാമിന്റെ മക്കളാണ് എന്ന് താങ്കൾ പറയുന്നത് എന്ത് ലോജിക്ക് വെച്ചിട്ടാ സഹോദര? എന്ത് ലോജിക്ക് വെച്ചിട്ട്? മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല അവർ അബ്രഹാമിന്റെ മക്കളാണെന്ന്. എന്ത് തെളിവാണുള്ളത് മുസ്ലിങ്ങൾ? ഈ കേരളത്തിലെ എന്താ പറയുക, രണ്ട് തലമുറക്ക് മുന്നേ വരെ കേരളത്തിലെ ശിവന്റെ മോനും അല്ലെങ്കിൽ പരമേശ്വരന്റെ മോനും അല്ലെങ്കിൽ സുമേഷിന്റെ മോൻ, 2 തലമുറക്കുള്ള സുമേഷിന്റെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള പഴയ പേരുകളെ എന്ന് പറഞ്ഞു നോക്കിയെന്നുള്ളൂ, അല്ലാതെ ദൈവത്തിന്റെ പേരിലോട്ടോ. ഞാൻ മനുഷ്യരുടെ അന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഹിന്ദു സഹോദരന്മാർ, നമ്മുടെ അപ്പച്ചന്മാരുടെയൊക്കെ മുതുമുത്തശ്ശന്മാരുടെയൊക്കെ പേരുകൾ എടുത്താൽ അത്തരത്തിലുള്ള കേശവൻ നായരുടെ മോൻ വാളിന്റെ വായ്ത്തലയിൽ വാര്യൻ കുന്നനൊക്കെ മതം മാറ്റി മുസ്ലിം ആയപ്പോൾ അവൻ എങ്ങനെയാ അബ്രഹാമിന്റെ മോനാകുന്നത്? എനിക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക. മതം മാറിയാൽ ബ്ലഡ് മാറുമോ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജ്ഞാനായക്കാരിലേക്ക് മതം മാറിയ ജൂതനാവും നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പം മതം മാറിയ ബ്ലഡ് മാറുമെങ്കിൽ ജ്ഞാനായ എന്ന് പറയുന്ന സെറ്റപ്പ് തന്നെ അങ്ങ് എടുത്ത് മാറ്റണം സഭയെന്ന്, എന്നിട്ട് പറയണം മതം മാറിയ ബ്ലഡ് മാറുന്നു. കാരണം ജ്ഞാനായക്കാർ സുറിയാനിക്കാരായാലും അവർ ഓർത്തഡോക്സുകാരുടെ കൂടെ കൂടിയാൽ ജ്ഞാനായക്കാരെപ്പോഴും ജ്ഞാനായക്കാർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ക്ഷമിക്കണോട്ടോ, നിങ്ങളുടെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, എന്താണെങ്കിലും അപ്പോൾ മതം മാറിയാൽ ഈ എത്തനിസിറ്റി മാറുന്നത് എങ്ങനെയാണെന്ന ടെക്നോളജി, അതായത് അബ്രഹാം ജനിക്കുന്നതിന് മുന്നേ ഉള്ള പാലസ്തീൻ രാഷ്ട്രത്തിലെ ഇന്നത്തെ തലമുറ അബ്രഹാമിന്റെ മക്കളാണ്, അവർ അബ്രഹാമി റിലീജിയനാണ്. എന്താ കാര്യം? ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത്. അങ്ങനെ പറയുന്നത് എന്ത് ലോജിക്കാണ്? നീ പോട്ടെ ഇസ്ലാം മതം എന്ന് പറയുന്ന മതത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, അതുകൊണ്ട് അബ്രഹാമ്യ മതമാണ് എന്നാണെങ്കിൽ അത് ആദമ്യ മതമല്ലേ, ലൂത്ത് മതമല്ലേ? എന്തിനേറെ ഈ പറയുന്ന എന്താ പറയുക, പിഴച്ചുപോയ ലൂത്തിന്റെ വരെ മതമാണ് ഇസ്ലാം മതം. ലൂത്തും ഇസ്ലാം മതത്തിലെ പ്രവാചകൻ തന്നെ. അപ്പോൾ ഇതുപോലുള്ള പ്രവാചകന്മാരുടെ മതത്തിന്റെയൊക്കെ പേരിൽ ഞങ്ങളെ കൂട്ടിക്കെട്ടത് താങ്കൾ വേണം പോയിക്കോളൂ, താങ്കൾ വേണേൽ കത്തോലിക്ക സഭയെ കൊണ്ടുപോയിക്കോളൂ, ബാക്കിയുള്ള ക്രിസ്ത്യാനികളെങ്കിലും ദയവ് ചെയ്ത് വെറുതെ വിടണം. ഓക്കെ, പക്ഷേ എന്നാ അച്ഛൻ ഒരു പ്രശ്നമുണ്ടല്ലോ അച്ഛൻ, ഈ ഇസ്ലാം മതം ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഇബ്രാഹിമും താങ്കളും ഞാനുമൊക്കെ അബ്രഹാം പിതാവ് എന്ന് പറയുന്ന നമ്മുടെ അബ്രഹാമും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ അച്ഛോ. ഇറവറൻസ് കൂടി വരിക, നമുക്കെന്ത് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ അബ്രഹാമിന്റെ പിതാവ് ആരാണെന്ന് ബിഷപ്പ് പാംപ്ലാനിയെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം നല്ലൊരു വചന പണ്ഡിതനാണ്, അതിന്റെ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. തേരഹാണ്. തേരഹ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും ഡിലേ, താമസിക്കുക, അല്ലെ വാണ്ടർ, അലഞ്ഞു നടക്കുന്നവനെന്നാണ് തേരഹ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും. ഇബ്രാഹിം നബിയുടെ, ഇബ്രാഹിം അൽ ഖലീലിന്റെ പിതാവെന്ന് ഖുറാൻ വിശേഷിപ്പിക്കുന്നത് ആസർ എന്ന് പറയുന്ന ഒരാളെയാണ്. ആസർ എന്ന് പറയുന്ന ആളുടെ പേരിന്റെ അർത്ഥം പോലും ശക്തി, സഹായം എന്നൊക്കെയാണ് ആസർ എന്ന് പറയുന്ന ഒരാൾ പേരിന്റെ അർത്ഥം പോലും. അതായത് വാക്കിലോ അർത്ഥത്തിലോ ഒരു സാമ്യവുമില്ലാത്ത തികച്ചും രണ്ട് വ്യത്യസ്തങ്ങളായ സെമറ്റിക് വാക്കുകൾ, സെമറ്റിക് പേരുകളാണ് തേര എന്നുള്ള പേരും ആസർ എന്നുള്ള പേരും. അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്, ഊരിൽ നിന്ന് വന്ന തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ പറയുന്ന അബ്രഹാം എന്ന് പറയുന്ന അബ്രഹാം പിതാവ്. എന്നാൽ ആസർ എന്ന് പറയുന്ന ഏതോ ഒരു മക്കയിലെ അറബിയുടെ മോനാണ് ഈ പറയുന്ന ഇബ്രാഹിം നബി എന്ന് ഇവർ വിളിക്കുന്ന ഇബ്രാഹിം. എൻ്റെ അച്ചോ, ഏതോ ഒരു അറബി ഇബ്രാഹിമിന്റെ മതം എങ്ങനെയാണ് അച്ചോ ക്രിസ്ത്യാനിയാവുന്നേ? അച്ചമ്മയുടെ ആയിക്കോ, ഞങ്ങളാരെയും കൂട്ടണ്ട. ഞങ്ങളാരും ഇബ്രാഹിം അൽ ഖലീലിന്റെ മതത്തിൽപ്പെട്ടവരല്ല, ഇബ്രാഹിം അൽ ഖലീലിന്റെ മക്കളും അല്ല. ഞങ്ങൾ തേരഹിന്റെ മകനായ അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടരുന്ന ഞങ്ങളുണ്ടാവും. പക്ഷെ ഏതോ ആസറിന്റെ മകനായ പേഗൻ ബിലീഫ് പിന്തുടരുന്ന ഇബ്രാഹിമിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടേണ്ടവനെ അച്ഛൻ അങ്ങ് പൊക്കോ. പക്ഷെ പോകുമ്പോൾ ആ ലോഹ എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് ഊരി വെച്ചാൽ അടുത്ത ആൾക്ക് ഇടാം. ഓക്കെ, എന്താണ് പറയുന്നു? ആസർ എന്ന് പറയുന്ന ആളുടെ മോനാണ് ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം ആരാധിച്ചിരുന്നത് അള്ളാഹ് എന്ന് പറയുന്ന ഖുറൈശികളുടെ ഇടയിലെ ജിന്നുകളിൽപ്പെട്ട ഒരു ദേവനെയാണ് ഇബ്രാഹിം ആരാധിച്ചിരുന്നത്. അബ്രഹാം ആരാധിച്ചിരുന്നത് യാഹ്വേ എന്ന സത്യ ഏകദൈവമായ പടച്ചതമ്പുരാനെയാണ് അബ്രഹാം ആരാധിച്ചിരുന്നത്. ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിരുന്നു, മക്കയിൽ വന്നു, മക്കയിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഭാര്യയെ ഹാജറിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ ഹാജറക്ക് സംസംഘടന മക്കയിൽ കിട്ടിയത്. എന്നാൽ അബ്രഹാം ജീവിച്ചിരുന്ന മക്കക്ക് 1500 കിലോമീറ്റർ അകലെ ഇസ്രായേലിലെ ബർഷേബയിലായിരുന്നു. ബർഷേബയുടെ അടുത്തുള്ള ബർഷേബ മരുഭൂമിയിലാണ് കിണർ വന്നതും ആ കുട്ടിക്ക് വെള്ളം കിട്ടിയതും. അതിനപ്പുറത്ത് ഈജിപ്തിനും ഇസ്രായേലിനും ഇടയ്ക്ക് പാരാൻ മരുഭൂമിയിൽ താമസിച്ചു. സിനായ് പെനിൻസുല ക്രോസ് ചെയ്ത് വരുന്ന ഈജിപ്ഷ്യൻസ് നിന്ന് ഒരു പെൺകുട്ടിയെ, ഈജിപ്തിൽ പോയിട്ട് ഹാഗറ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇസ്മായിലിന് ഭാര്യയുമായിട്ട്, അതായത് അറബികളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ പറഞ്ഞ ഇസ്മായിലിന്. അവർ ഈജിപ്ഷ്യൻസാണ്. ഇസ്മായിൽ വെച്ച് ഈജിപ്ഷ്യൻസ് ആണ്, അല്ലാതെ അറബ്സ് അല്ല. അറബികൾ വേറെയാണ്, ടോട്ടലി ഡിഫറെന്റ്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് പേഗനുകളാണ് അറബ്സ് എന്ന് പറയുന്നത്. ഇസ്മായിലൈറ്റ്സ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻസ്. ആ കാര്യം, ഇസ്മായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈജിപ്ഷ്യൻ, അപ്പൻ എബ്രായൻ, അതായത് ഹീബ്രു, എബ്രായൻ അതായത് അബ്രഹാം, ഏബറിന്റെ മകനാണ്, ഏബറിന്റെ സന്ധ്യ പരമ്പരയാണ്. ഈ രണ്ടിന്റെ മിക്സായ, ഈജിപ്ഷ്യന്റെയും ഇസ്രായേലിന്റെയും മിക്സായ, അല്ലെങ്കിൽ ഈജിപ്ഷ്യന്റെയും എബ്രായന്റെയും മിക്സായ ഈ ഇസ്മായിൽ വിവാഹം കഴിച്ചത് ഈജിപ്ഷ്യനാണ്. അപ്പൊ ഇസ്മായിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഈജിപ്ഷ്യൻസ് ആണ്. അതാണ് അന്തസ്. ഞങ്ങൾ അബ്രഹാമ്യ മതമാണ്, അവർ ഇബ്രാഹിമ്യ മതമാണ്. ഞങ്ങൾ തേരഹിന്റെ മകൻ അബ്രഹാമിന്റെ വിശ്വാസമാണ്, അവർ യാസറിന്റെ മകൻ ഇബ്രാഹിമിന്റെ വിശ്വാസമാണെന്ന് പറയാൻ താങ്കൾക്ക് നട്ടല് വിളക്കേണ്ട കാര്യമില്ല. അവരുടെ ഖുറാനകത്ത് പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് കത്തോലിക്ക സഭ ഔദ്യോഗിക നിലപാട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അത് തിരുത്തിയില്ലെങ്കിലും സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പിന് ഒന്നുമില്ല. കാര്യം ഞാൻ ഒരു ബന്ധക്കോസാണ്, ഞാനൊരു കത്തോലിക്കനല്ല. അതുകൊണ്ട് അത് എന്നെ ബാധിക്കുന്നില്ല. പക്ഷേ കത്തോലിക്ക വിശ്വാസികളെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരെ അത് ബാധിക്കുന്നത് കൊണ്ട് ആ ക്രൈസ്തവർ തന്നെ മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പൊതുവേദിയിൽ ഇനി ദൈവത്തെയോർത്ത് പറയരുത് എന്ന് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു.